ഇവിടെ വരയ്ക്കുന്നത് ഒരു ഫ്രൂട്ട്സ് മാർക്കറ്റ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ വളരെ റഫായിട്ടൊന്ന് ഔട്ട്ലൈനൊക്കെ ഇട്ട് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇനി ഓരോ രൂപങ്ങളും ഇങ്ങനെ തെളിയിച്ചെടുക്കണം. അപ്പോൾ ആദ്യം ഈ രൂപം തെളിയിച്ചെടുക്കാം. അപ്പോൾ ഞാനൊന്ന് സൂം ചെയ്ത് വയ്ക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ ഹെഡിൻ്റെ ഭാഗം കുറച്ച് ഹൈറ്റ് കൂടുതൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഒന്ന് കറക്റ്റ് ചെയ്ത് റബ്ബ് ചെയ്തിട്ട് വരച്ച് കിടക്കണം. അതുപോലെ നമ്മൾ ഫേസിൻ്റെ ഭാഗം ഒരു വെറുതെ ഒരു ഔട്ട്ലൈൻ മാത്രം ഇട്ട് വെച്ചിട്ട് അതായത് ഒരു ഓവൽ ഷേപ്പ് മാത്രമേ ഉണ്ടായിട്ടുണ്ടായിരുന്നുള്ളൂ. ഇനി അത് തെളിയിക്കണം. അപ്പോൾ ഈ ഒരു ഭാഗത്തേക്കാണ് നോട്ടം വരുന്നത്. അല്ല വലിയ മൂക്ക് വരച്ച് അപ്പോൾ ഇവിടെ നമ്മൾ മൂക്ക്, ചുണ്ടുകൾ, താടിയൊക്കെ വരച്ച് കഴിഞ്ഞു. ഇനി ഇത് തെളിയിച്ചെടുക്കുമ്പോൾ ആവശ്യമില്ലാത്ത വരകൾ കുറേ വരും. അതൊക്കെ റബ്ബ് ചെയ്ത് കളയണം. അല്ലാതെ പ്രസ് ചെയ്യാൻ പറ്റില്ല. പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ പേപ്പറിന് പരിക്ക് വരും. വളരെ ലൈറ്റായിട്ട് റബ്ബ് ചെയ്യാം. നെറ്റി ഈ ഭാഗത്ത് കൂടെയൊക്കെ തലമുടിയുടെ ഭാഗം വരും. ആവശ്യമില്ലാത്ത വരകളും കൃത്യമായിട്ടുള്ള വരകളൊക്കെ നമ്മൾ ഉപയോഗിക്കണം. ആവശ്യമില്ലാത്ത വരകൾ റബ്ബ് ചെയ്ത് കളയണം. ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തി മാക്സിമം കറക്റ്റായിട്ട് വരച്ചെടുക്കണം. ഡ്രസ്സുകളുടെ ചുളിവുകളും
നമ്മുടെ കസാര ഇരിക്കുന്ന ഒരു കസാര വരച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതൊന്ന് കറക്റ്റാക്കി വെക്കണം. സ്റ്റൂള് പോലെ. നമ്മളിവിടെ ഒരു വാട്ടർ മില്ല് തന്നെയാണ്, തണ്ണിമത്തനാണ് കേട്ടോ. അതിൻ്റെ ടെക്സ്ചറൊക്കെ ഇട്ട് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഫ്രണ്ടിൽ ഇരിക്കുന്ന ഈ ഫിഗർ നമ്മൾ ഏറെക്കുറെ കറക്റ്റാക്കി വരച്ചിട്ടുണ്ട്. ഇനി വരുന്നത് ഈ ഒരു ഫിഗറിനെ തെളിയിച്ചെടുക്കണം. അപ്പോൾ ഇവിടെ കുറച്ച് ഫ്രൂട്ട്സുകൾ ഇരിക്കുന്നുണ്ടല്ലോ, അതിലേക്കാണ് നോട്ടം. അപ്പോൾ നമ്മൾ ആ കഴിഞ്ഞ ക്ലാസ്സിൽ വളരെ ലൈറ്റായിട്ട് റഫായിട്ടൊക്കെയാണ് വരച്ചിരിക്കുന്നത്. ഇനി ഇങ്ങനെ തെളിയിച്ചെടുക്കണം. ആദ്യം ഹെഡിൻ്റെ കുറച്ച് ഭാഗങ്ങൾ ആവശ്യമില്ലാത്തതായിട്ട് കാണുന്നുണ്ട്. ആ കർവിലൊക്കെ ഒന്ന് മായ്ച്ച് കറക്റ്റ് ചെയ്യാം. കണ്ണുമുക്കുക ആദ്യം ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ ചെയ്തിട്ട് കറക്റ്റ് ചെയ്യാം. അപ്പോൾ ഡ്രസ്സിൻ്റെ ഭാഗം, ഷോള്, ഓക്കെ. ഇത്ര ഇവിടെ നമുക്ക് ഫ്രൂട്ട്സുകളൊക്കെ വരുമ്പോൾ ഈ ഭാഗമൊക്കെ മറിഞ്ഞു പോകും. പിന്നെ ചെയ്യാം. ചെവിയുടെ ഭാഗം, തലമുടി കുറച്ച് ബാക്കിലോട്ട് വന്നു. അപ്പോൾ മൂക്ക് വരുന്നത് ഇങ്ങനെ ആയിരിക്കും. പിന്നെ കണ്ണ് ഇവിടെ അങ്ങനെ ഇതുപോലെ ആയിരിക്കും. ഐബ്രോ മുകളിൽ വരും. ചുണ്ട് കുറച്ചൊക്കെ കാണുള്ളൂ. പിന്നെ താടിയുടെ ഭാഗം. ചെറിയൊരു മാറ്റം വരുത്തുന്നുണ്ട്.
ഓക്കെ. അപ്പോൾ അവിടെ നിൽക്കുന്ന ഫിഗർ ചെയ്ത് കഴിഞ്ഞു. ഇനി വരുന്നത് ഇവിടെ ഒരു ഫിഗർ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഇത് 2 സ്ത്രീകളാണെങ്കിൽ നമ്മളിവിടെ വയ്ക്കുന്ന ഒരു പുരുഷനാണ്. അപ്പോൾ ആദ്യം ഷർട്ടിൻ്റെ ഭാഗം ഇതെല്ലാം കഴിഞ്ഞ വർക്കിൽ നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ വീഡിയോയിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അത് ക്ലിയർ ആക്കിയിട്ടാൽ മതി. ഷർട്ട്, ഷോൾഡർ, ഫുൾ കൈയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. കുറച്ച് ലൂസായ രീതിയിലുള്ള ഷർട്ടാണ്. പാൻറ്റ്. അപ്പോൾ നമുക്ക് അവിടെ അത്ര കിട്ടുള്ളൂ. ഇനി ഏറെക്കുറെ ഈ ഒരു ഭാഗത്തേക്കാണ് നോക്കുന്നത്. അപ്പോൾ ആ രീതിയിലുള്ളൊരു അതുകൊണ്ടാണ് ഷോൾഡർ കുറച്ച് മുകളിൽ നിൽക്കുന്നതായിട്ട് വരുന്നത്. അപ്പോൾ താടി കൂടെ കറക്റ്റ് ചെയ്യാം. ഓക്കെ. അയാൾ താഴത്തേക്ക് നോക്കുന്നതായിട്ട് നമ്മൾ വരച്ച് വെച്ചിട്ടുണ്ട് കൈയിൻ്റെ ഭാഗം. ഇവിടെ ഓവർലാപ്പ് വരണതൊന്നും കാണുന്നില്ല. അങ്ങനെ നിൽക്കട്ടെ. ഇനി ഇതിനടുത്ത് ഒരു സ്ത്രീ കൂടി വരുന്നുണ്ട്. അപ്പോൾ ആ സ്ത്രീയെ കൂടി വരച്ച് വയ്ക്കാം. ഇതെങ്ങനെ ഇത് ബാലൻസ് ചെയ്തിരിക്കുന്നു അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഒന്നാമത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോ കാണാൻ ശ്രദ്ധിക്കുക. കുറച്ച് അകലായതുകൊണ്ട് ഇത്ര ഡീറ്റെയിൽ കൊടുത്താൽ മതി. ഇനി പെയിൻറ്റ് ചെയ്യുമ്പോൾ ബാക്കി കറക്റ്റ് ചെയ്തെടുക്കാം. ഇനി ഇവിടെ ഒരു സ്ത്രീ കൂടി ഉണ്ട്. ആ സ്ത്രീയോട് കൂടി നമുക്കൊന്ന് ഡീറ്റെയിൽ ചെയ്യണം. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ വളരെ റഫായിട്ടാണ് ഇത് വരച്ച് വെച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഇനി തെളിയിച്ചെടുക്കാം. അപ്പോൾ ഈ ഒരു ഭാഗത്തേക്ക് നോക്കുന്നതായിട്ട് തന്നെയാണ് ഇവിടെ ചിത്രീകരിക്കുന്നത്. നമ്മളൊരു ഓവൽ ഷേപ്പൊക്കെ വരച്ചിട്ടേ ഉള്ളൂ. താഴെ അന്ന് കുറച്ച് അങ്ങോട്ട് തിരിഞ്ഞ് നിൽക്കുന്ന രീതിയിലായിരുന്നു. ചെറിയൊരു മാറ്റം വരുത്തുന്നുണ്ട്. ഇങ്ങോട്ട് തിരിഞ്ഞ് നിൽക്കുന്ന രീതിയിലേക്ക് ആണ് ചെയ്യുന്നത്. മുഖം ഒരു നോട്ടം. പിന്നെ ഇവിടെ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്താനുണ്ട് കേട്ടോ. നമ്മൾ ഫാസ്റ്റായിട്ട് ചെയ്ത് വെച്ചതാണ്. അതായത് അങ്ങനെ ഒരു മുണ്ട് കവർ ചെയ്ത് വെച്ചിരിക്കുന്നു. പിന്നെ
കൊട്ട തലയിലിരിക്കുന്നില്ലേ, അപ്പോൾ രണ്ട് കൈ ഉയർത്തി വെച്ചിരിക്കുകയാണ്. ഒരു കൈ ബാലൻസ് ചെയ്യാൻ വേണ്ടി കൊട്ടയ്ക്ക് വെച്ചിരിക്കുകയാണ്. അവിടെ ഒരു കൈ ഇട്ട് അത് കുറച്ച് കൂടുതൽ ഷോൾഡർ കാണിക്കണം. ഷോൾ കുറച്ച് താഴത്തേക്ക് ഇറക്കണം. കുറച്ച് ഒരു തടിയുള്ള രീതിയിലുള്ള സ്ത്രീ, കുറച്ച് തടിയൊക്കെയുള്ള സ്ത്രീയാണ്. അപ്പോൾ ചെറിയൊരു മാറ്റമൊക്കെ വരുത്തുന്നുണ്ട്. നമ്മൾ വരച്ച് തുടങ്ങുമ്പോൾ നമ്മൾ മനസ്സിലൊരു രൂപങ്ങൾ വേണം. അപ്പോൾ അവരങ്ങനെ നിൽക്കുന്നു, ഇവരെങ്ങനെ നിൽക്കുന്നു എന്നൊരു കാഴ്ചപ്പാട് വേണം. അത് മനസ്സിൽ നിന്ന് എടുത്ത് വരയ്ക്കുകയാണ്. അപ്പോൾ നമുക്ക് പെൻസിൽ ഉപയോഗിച്ചിട്ടല്ല വരയ്ക്കുന്നത്. അപ്പോൾ തെറ്റുകൾ വരുമ്പോൾ നമ്മൾ റബ്ബ് ചെയ്തിട്ട് കറക്റ്റ് തന്നെ വേണം. മിസ്റ്റേക്കുകളൊക്കെ വരാം. അപ്പോൾ അത് കറക്റ്റ് ചെയ്ത് ഏറെക്കുറെ പിന്നെ ഫൈനൽ ടച്ച് വരുമ്പോൾ പിന്നെയും എന്തെങ്കിലുമൊക്കെ മാറ്റേണ്ട പിന്നെയും കറക്റ്റ് ചെയ്തിട്ട് എന്നിട്ട് പിന്നെ പെയിൻറ്റ് ചെയ്യാവും. ഒരു തോർത്ത് പോലല്ലേ, പുറത്തൊരാർക്കൊക്കെ ഉണ്ടാവും. ഇത്ര മതി. ഇവിടെ മുന്നിൽ നല്ല കുറച്ച് തടിയുള്ളൊരു സ്ത്രീയാണ്. അപ്പോൾ അതുപോലെ വരച്ച് വയ്ക്കും. ഒരു സ്ത്രീ കുറച്ച് മെലിഞ്ഞ സ്ത്രീയാണ്, കുറച്ച് തടിയുള്ള സ്ത്രീ. ഇനി മുഖം വരച്ചില്ല, പിന്നെ തലമുടി ഇപ്പം നല്ലതൊന്ന് ഇങ്ങനെ ഉരുട്ടി കെട്ടി വയ്ക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ വെക്കട്ടെ. തലയിൽ നേരിട്ട് വയ്ക്കുമ്പോൾ കുറച്ച് കനം ഉണ്ടാവുമല്ലോ, അപ്പോൾ അത് തലയ്ക്ക് പരിക്ക് പറ്റാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യാറില്ല, ഒരു തുണി വയ്ക്കാറില്ലേ, അതൊന്ന് വെച്ചെടുക്കുക. ഈ കൊട്ട വരയ്ക്കാം. അതിൽ വേറെ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നിൽക്കുന്നത് കൊട്ടയുടെ ലെവലിലാണെന്ന് വെച്ചാൽ കുറച്ചും കൂടി താഴെയാണ്. അപ്പോൾ കൊട്ടയുടെ മുകൾ ഭാഗം നമുക്ക് കാണില്ല. അപ്പോൾ ഇവിടെ ഒരു കർവ് ലൈനായിട്ട് വരച്ച് വെക്കണം. ഇവിടെ ഒരു സ്റ്റെം നിൽക്കുന്നുണ്ട്, അതായത് ഒരു സ്റ്റിക്ക് ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ സ്റ്റിക്ക് ഈ സ്ത്രീയുടെ ഫ്രണ്ടിലാണ് കേട്ടോ. സ്റ്റിക്കിൻ്റെ മറവിൽ വരുന്നുണ്ടോ? ഈ ഒരു ലെവലിൽ ചെയ്യാം. കൊട്ടയുടെ ടെക്സ്ചറൊക്കെ ഇട്ട് കൊടുക്കുക. പെയിൻറ്റ് ചെയ്യുമ്പോൾ കട്ട് ചെയ്യാം. പിന്നെ ഫ്രൂട്ട്സ് നമുക്ക് അങ്ങനെ കൊട്ടയിൽ കൊണ്ടുവന്ന് വയ്ക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മുടെ നാട്ടിൽ കാണുന്ന മാങ്ങ അതായിരിക്കും നല്ലത്. മറ്റേതൊന്നും ഇപ്പോൾ ആപ്പിളൊക്കെയാണ് വേറെ രീതിയിൽ കൊട്ടയിലാവും. അങ്ങനത്തെ കൊട്ടയിൽ മാങ്ങ, അടയ്ക്കാപ്പഴം, പേരയ്ക്ക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ മാങ്ങയാണ് വരയ്ക്കുന്നത്. അത്ര മതി. ഇനി എന്ത് വേണം, ഒരു കൈ ഇങ്ങോട്ട്, ഒരു കൈ ഫ്രണ്ടിൽ. ഓക്കെ, നോട്ടം കറക്റ്റ് ചെയ്യേണ്ടത്. അവിടെ കണ്ണിൻ്റെ വര, മൂക്കിൻ്റെ വര, ലിപ്പിൻ്റെ വര, കണ്ണ് താഴത്തോട്ട് ഐബ്രോ വരയ്ക്കാം.
ഓക്കെ, ഇനി കണ്ണ് ചെറുതായിട്ടൊന്ന് തുറന്ന് വയ്ക്കണം. പ്രവർത്തിക്ക് കൂടി ഒന്ന് കറക്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അവിടെ നമ്മൾ ഡീറ്റെയിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി പെയിൻറ്റ് ചെയ്യുമ്പോൾ കറക്റ്റ് ചെയ്യാം. കുറച്ച് ബാക്കിലല്ല, അത്ര തന്നെ ഡീറ്റെയിൽ മതി. പെയിൻറ്റ് ചെയ്യുമ്പോൾ ലൈറ്റും ഷെയ്ഡൊക്കെ വരുമ്പോൾ കറക്റ്റ് ആവും. എല്ലാവരും 4 ഫിഗറും നമ്മൾ തെളിയിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഈ ഫിഗറിന് എന്തൊക്കെ ഒരു ചെറിയ ചേഞ്ച് കൊടുക്കാൻ തോന്നുന്നു. ഒന്നുകൂടി വേണമെങ്കിൽ ഒന്നുകൂടി ഭംഗിയാക്കാം. അല്ലെങ്കിൽ എന്തൊക്കെയൊരു ചെറിയൊരു മാറ്റം ലിപ്പിൻ്റെ ഭാഗത്ത്, കണ്ണുകളുടെ ഭാഗത്തൊക്കെ ചെറിയൊരു മാറ്റം വന്നിട്ടുണ്ട്. ഇപ്പം ഒന്ന് തുറന്ന് വയ്ക്കാം. ചിരിക്കുന്ന പോലെ ഇവിടെ കുറച്ചും കൂടി ഒരു സുന്ദരിയായി. ഇനിയും ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തിയ ചെറിയ പൊടിക്കൈകളാണ്, ചെറിയ പൊടിക്കൈകൾ ഉപയോഗിക്കണം. ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തി കഴിഞ്ഞാൽ മതി, ഭംഗിയുണ്ടാവും. ചിരിക്കുമ്പോൾ ലിപ്പ് കുറച്ചും കൂടി ഒന്ന് വലിയണം. അതുപോലെ മൂക്കിൻ്റെ ഭാഗം ഒന്ന് കറക്റ്റ് ചെയ്യണം. അപ്പോൾ അളവൊക്കെ ആകെ തെറ്റിയിട്ടാണ് ഈ ഒരു കോലട്ടോ. ഇനിയൊക്കെ മാറ്റി കറക്റ്റ് ചെയ്ത് തരാം. കുറച്ചുകൂടി മാറ്റി കറക്കണം. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്ക് മനസ്സിന് ഇഷ്ടമാവുന്ന ഒരു രൂപമാകുന്നത് വരെ റബ്ബ് ചെയ്യണം. മാക്സിമം അമർത്തി വരയ്ക്കാതെ ലൈറ്റായിട്ട് വരച്ച് കറക്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ പിന്നെ കളർ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ
കുറച്ച് ഭംഗിയൊക്കെ വന്നു. നെറ്റിയുടെ ഭാഗം ഒന്ന് വരട്ടിയാണ്ട് കുറച്ചും കൂടി മൂടി നെറ്റിയിൽ ഇറങ്ങി കിടക്കുന്ന രീതിയിലാട്ടോ ഇനി മാറ്റി വരയ്ക്കുന്നു. ചെവിയിലേക്ക് ഇങ്ങനെ കയറി കിടക്കണം. അപ്പോൾ അതുകൊണ്ട് ചെവി കുറച്ച് ഭാഗം കാണുന്നുള്ളൂ. ഇങ്ങനെ കുറച്ച് നടക്കുക. ഈ കണ്ണിൻ്റെ ഭാഗം വരട്ടിയാണ് അഭിപ്രായമൊക്കെ മാറ്റുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ ഏറെക്കുറെ ഭംഗി വന്നു. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഹെഡ് ബാക്കി വരുന്ന ശരീരമായിട്ട് യോജിക്കുന്നുണ്ടോ നോക്കണം. കുറച്ച് ഹൈറ്റിന് കുറവ് വന്നിട്ടുണ്ട്. ചെറിയൊരു മാറ്റം വരുത്താം. ഇവിടെ തൈസ് വന്നിട്ട് കാൽമുട്ട് വരുന്നത് ഈ ഒരു ഭാഗത്തായിരിക്കും. ഇവിടെ നിന്ന് നമുക്ക് മടക്കി വയ്ക്കാം. ഓക്കെ, ഫിഗർ കയ്യിൻ്റെ സെറ്റ് ചെയ്ത് കുറച്ചും കൂടി ഒരു തോന്നും. കൈ കുറച്ച് ചെറുതായ പോലെ വന്നിട്ടുണ്ട്. ഫിഗറുകൾ നമ്മൾ വരച്ച് കഴിഞ്ഞു. ഇനി അടുത്തത് ഫ്രൂട്ട്സുകൾ അതിൽ ആഡ് ചെയ്യണം. ഈ ഷോൾഡറിൻ്റെ ഭാഗമൊന്ന് ചെറുതായിട്ട് മാറ്റം വരുത്താറുണ്ട്.
ഓക്കെ, ഇനി കുറച്ച് ഫ്രൂട്ട്സുകൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിരുന്നത്. അപ്പോൾ ടേബിളൊന്ന് ഡാർക്ക് ചെയ്ത് വയ്ക്കുക. അതുപോലെ ഇവിടെ താഴെ ഒരു കൊട്ട ഇരിക്കുന്നുണ്ട്. ആ കൊട്ടയിൽ നിന്നാണ് ഇത് എടുക്കുന്നത് കേട്ടോ. കൊട്ടയുടെ ഒരു കർവ് ലൈൻ വരച്ച് വയ്ക്കാം. ഇനി ഇവിടെ നമ്മൾ തിരയുന്നത് ഓറഞ്ചാണ്. അപ്പോൾ കൈകൾ വരച്ച് വെക്കണ്ടേ. ചെറിയ ചെറിയ ഒരു സർക്കിൾ ഇങ്ങനെ വരച്ചെടുക്കുക. കഴിഞ്ഞാൽ ഈ ഭാഗത്ത് ബട്ടൺ സ്ത്രീ ഇതിങ്ങനെ അടുക്കി വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് സ്ത്രീ വന്നിട്ട് ഓറഞ്ച് തരയുന്നത്. ഓവർലാപ്പാണ്. അത് ഇതാണ് ഏറ്റവും അടുത്ത് വരിക, പിന്നെല്ലാം അതിൻ്റെ മറവിലായിരിക്കും. പിന്നെ ഈ ഭാഗത്ത് കുറച്ച് മാംഗോ, അപ്പോൾ സ്ത്രീയുടെ കയ്യിൽ മാംഗോ ഇല്ല. അപ്പോൾ ടേബിളൊന്ന് ഡാർക്ക് ചെയ്യാം. ഈ ടേബിൾ കുറച്ച് ഹൈറ്റ് കുറവാണ്, അപ്പോൾ ഈ ലെവൽ വരും. ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ചെരിഞ്ഞ പ്രതലത്തിൽ ഇങ്ങനെ അടുക്കി വയ്ക്കുന്ന രീതിയിലുണ്ടാവാറില്ലേ? ആ രീതിയിലൊന്നുള്ള സ്ഥലമല്ല, ഒരു കുറച്ചും കൂടി ഒരു ലോക്കൽ ഏരിയ ആണ്. അതിൻ്റെ മുകളിൽ നിറച്ച് മാംഗോ അടുക്കി വയ്ക്കുക. അപ്പോൾ ഏറ്റവും ഫ്രണ്ടിൽ കാണുന്നതൊന്ന് തെളിയിച്ച് വരയ്ക്കുക. പിന്നെ എല്ലാം അതിനൊരു കർവ് ലൈൻ കെട്ടെടുത്താൽ മതി. ഇനി വേറെ നമുക്ക് ഒരു പപ്പായ വരച്ച് വയ്ക്കാം. അതിന് ബാക്കി നീളത്തിൽ ഇങ്ങനെ പപ്പായാണ്. ഓക്കെ, ഇത്രയൊക്കെ ഫ്രൂട്ട്സുകളുള്ളൂ അവിടെ. പിന്നെ ഇതിൻ്റെ ഉള്ളിലൂടെ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, രണ്ട് കൊട്ടകൾ ഇതിൻ്റെ അടിയിൽ വയ്ക്കാം. അപ്പോൾ നമുക്ക് ഈ ഭാഗത്തുള്ള സാധനങ്ങളൊന്നും വരയ്ക്കാതെ അതിൽ വല്ല ഫ്രൂട്ട്സ് വയ്ക്കുന്ന പോലെ ഇവിടെ കൊട്ടയുടെ തട്ട ടെക്സ്ചർ കൊടുക്കണം. ഈ ഭാഗത്ത് ഒരു കൊട്ടയുടെ കുറച്ച് ഭാഗങ്ങൾ വരച്ച് വയ്ക്കാം. ഇതെല്ലാം കുറച്ച് ഫ്രൂട്ട്സ് ഇറക്കട്ടെ. അപ്പോൾ ഇറക്കുറ ഇങ്ങനെ നിറഞ്ഞു. ഇവിടെ ഗ്രൗണ്ട് കാണിക്കാം. ഇനി ഇതിൻ്റെ മുകളിൽ ഷെഡ് വരച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഇങ്ങനെ ഒരു ഷെഡിൻ്റെ കാല് കൂടെ വേണം. പിന്നെ ഷെഡ് നമുക്കൊരു തകിട്ടിൻ്റെ ഷെഡ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം. ഇവിടെ ഒരു സ്റ്റിക്ക് കൂടി കാണും. ഇനി അകലെയുള്ള ഒരു ഷീറ്റ് മേഞ്ഞത് അതും തകിട്ടുന്നതാണ് കേട്ടോ. പിന്നെ ഇവിടെ ഒരാൾ നിൽക്കുന്നുണ്ട്. അത് നമ്മൾ അവളെ റഫായിട്ട് വരച്ചിരിക്കുന്നത്. അപ്പോൾ തെളിയിക്കണ്ടേ.
സോം ചെയ്ത് വയ്ക്കാം. അങ്ങോട്ട് നോക്കിയിരിക്കണം. അപ്പോൾ തലമുടി, ബാക്കിലെ ചെവിയുടെ ഭാഗം, ഷർട്ടിൻ്റെ ഭാഗങ്ങൾ, വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റി. ഇനി നമുക്കൊരു കാര്യം ചെയ്യാം. ഈ ഭാഗത്തും ടേബിളും കുറച്ച് വയ്ക്കാം. അതിൽ കുറച്ച് ഫ്രൂട്ട്സ്, നമുക്ക് പൈനാപ്പിൾ പോലുള്ള ആക്കിയെടുക്കണം കേട്ടോ. ഒരെണ്ണം മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവരുടെ കൈയും കാലൊന്നും വരയ്ക്കാതെ, കാലുകളുടെ ഭാഗമൊന്നും വരയ്ക്കാതെ രക്ഷപ്പെടും. ഇനി ഇവിടെ ടേബിള്, ആ ടേബിളിൽ ഇതിലും കുറച്ച് ഫ്രൂട്ട്സ് നമുക്ക് കളർ വെച്ചിട്ട് ഫ്രൂട്ട്സ് തീരുമാനിക്കാം. ഇനി അത് വിൽക്കുന്ന ഒരാളോട് വേണ്ടേ. അയാളിവിടെ എന്താ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതും കളർ ചെയ്തെടുക്കാം. ഇനി നമ്മൾ പഴത്തിൻ്റെ അങ്ങനെ തൂക്കുന്നത് ചെറുപഴമാണ് കേട്ടോ. ഈ തണ്ട് വണ്ണം കൂടുതൽ താഴത്തേക്ക് വരുമ്പോൾ ചെറുപഴമാണ്. മറ്റേ പഴങ്ങൾ തിരിച്ചാണ് തൂക്കുക. അല്ല, ചെറുതാക്കി വരച്ച് വയ്ക്കുക. ഇങ്ങനെയും തൂക്കും, പക്ഷെ തിരിച്ചും തൂക്കാറുണ്ട്. പക്ഷേ ഈ പഴം തിരിച്ച് തൂക്കാൻ പറ്റില്ല, ചെറുപഴം. ഇത് നമുക്ക് മറ്റേ പഴം തൂക്കാം. അതായത് തണ്ട് ഇങ്ങനെ കെട്ടി വയ്ക്കും. വലിയ പഴങ്ങൾ കളർ ചെയ്യാൻ കറക്റ്റ് ചെയ്യാം. ഒന്നുകൂടി കൊടുക്കാം. അപ്പോൾ നമുക്ക് ഈ ഭാഗങ്ങൾ കവർ ചെയ്യാൻ പറ്റും. ആ ഭാഗം കവർ ചെയ്തു. ഇനി ബാക്ക്ഗ്രൗണ്ട് ചിത്രീകരിക്കാനുണ്ട്. അപ്പോൾ ഇതിലൂടെ എന്തായാലും റോഡ് പോകുന്നുണ്ടാവും. അപ്പോൾ റോഡിൻ്റെ ബേസ് കാണിക്കാൻ ഇങ്ങനെ വരട്ടെടുക്കും. ഈ ലെവലിൽ റോഡ് ഉണ്ട്. അവിടെ അപ്പുറത്ത് റോഡാണ് കേട്ടോ. ഇനി അവിടെ നിന്ന് അങ്ങോട്ട് ഈ ഒരു ഹൈറ്റിൽ നമുക്ക് അടുത്ത ഓപ്പോസിറ്റ് ഒരു ഷോപ്പ് ഉണ്ടാകാമല്ലോ, അതങ്ങനെ വരച്ച് വയ്ക്കാം. പിന്നെ അവിടെ അതിൻ്റെ ഉൾഭാഗമൊക്കെ നമുക്ക് സെറ്റ് ചെയ്യണം. ഇനി ഈ ഭാഗം ഒരു തെങ്ങ് വരയ്ക്കാം. കളർ ചെയ്യുമ്പോൾ കറക്റ്റ് അപ്പോൾ തെങ്ങിൻ്റെ പോലെ എല്ലാ കളുടെ ഒരു ഡീറ്റെയിൽ അങ്ങനെ റഫായിട്ട് വരച്ച് വയ്ക്കാം. പിന്നെ ഒരു മരത്തിൻ്റെ ഭാഗം പെയിൻറ്റ് ചെയ്യുമ്പോൾ കവർ ചെയ്ത് കംപ്ലീറ്റ് ചെയ്യാം. ഒരു വാഴയുടെ ഇലകളൊക്കെ മാർക്ക് ചെയ്ത് വയ്ക്കാം. നല്ല രസമുണ്ടാകും പെയിൻറ്റ് ചെയ്യുമ്പോൾ. പിന്നെ കുറച്ച് ഓക്കെ ബാക്ക്ഗ്രൗണ്ട്. ഇനി ഇവിടെ നമുക്ക് എന്ത് ചെയ്യണം? ഇവിടെ അങ്ങനെ ഒരു ഷർട്ടൊക്കെ ഉണ്ട്. നമുക്ക് ഓട് കൊടുക്കണം കേട്ടോ. ഓടാക്കി വരയ്ക്കാം. അപ്പോൾ ഇനി അവിടെ ഒരാൾ നിൽക്കണ്ടേ. ഓക്കെ, അവിടെ ഒരാളാണ് നിൽക്കുന്ന ഒരു സ്ത്രീയാണ് കേട്ടോ. ചുരിദാറാണ് വേഷം.
ഷോൾ ഇങ്ങനെ ഇട്ടിരിക്കുകയാണ്. കൈയൊക്കെ അതിൻ്റെ അപ്പുറത്ത് പോയി. അപ്പം അങ്ങനെ കുറേ ഭാഗങ്ങൾ നമുക്ക് അങ്ങനെ രക്ഷപ്പെടാം. ഇത്ര വരയ്ക്കാം. തലമുടി വേണ്ടേ? തലമുടി ഇങ്ങനെ ഇവിടെ എന്തോ ഇവിടെ ടേബിളുണ്ട്. ആ ടേബിളിൽ കുറച്ച് ഇപ്പോൾ വെജിറ്റബിളോ ഫ്രൂട്ട്സോ എന്തെങ്കിലുമൊക്കെ വരയ്ക്കാം. ഇനി ഈ ഭാഗത്ത് ഇവിടെ ഒരാൾ നിൽക്കുന്നുണ്ട്. അത് കടകളുടെ ആളാണ്. തെളിയിച്ചെടുക്കാം. പിന്നെ ഇവിടെ ചുമരാണ്. അതൊക്കെ ഒരു നോർമലായിട്ടുള്ള ഷെഡാണ്. ഇത് ശരിക്കൊരു വീടിൻ്റെ പോലെ ചുമര കെട്ടി ഉണ്ടാക്കിയതാണ്. ഓക്കെ. അപ്പോൾ നമ്മളൊരു ഫ്രൂട്ട്സ് ഷോപ്പ് വരച്ച് കഴിഞ്ഞു. ആദ്യം റഫായിട്ട് വരച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് കുറേ ഡീറ്റെയിൽ കൊടുത്തു, തെളിഞ്ഞു. ഇനി കളർ ചെയ്യണം. വാട്ടർ കളറാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇനി അടുത്ത ക്ലാസ്സിൽ നമ്മളതിന് വാട്ടർ കളർ ചെയ്ത് കംപ്ലീറ്റ് ചെയ്യുന്നതായിരിക്കും.